രാഷ്ട്രീയമായ പിന്തുണയുടെ കാര്യമൊക്കെ പിന്നീട് ആലോചിക്കാവുന്ന കാര്യമാണ്. പക്ഷെ അതിനപ്പുറത്തൊരു മാനുഷികമായ ഒരു പരിഗണനയുടെ പ്രശ്നമല്ലേ? അദ്ദേഹത്തെ പോലെ ഒരു നിയമസഭാ സാമാജികനെ ഈ രാത്രിയിൽ പെട്ടെന്ന് പോയി ഇത്ര പോലീസ് സന്നാഹത്തോടെ അറസ്റ്റ് ചെയ്യാൻ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത സർക്കാരിന്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സർക്കാരിലെ ഈ ഉപദേശകരെന്ന് പറയുന്നത് സർക്കാരോ പൊട്ടന്മാരാണ്. ഈ ഉപദേശകർ എന്തുമാത്രം പൊട്ടന്മാരാണ്. എത്ര വലിയൊരു ജനകീയ ഇഷ്യൂ ആണ് അൻവർ ഉയർത്തിയത്. അൻവറിനെ ഈ രാത്രിയിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരള നിയമസഭ പരസ്യമായിട്ട് സകലമാന ചാനലുകളും ലോകത്തിലെ മീഡിയകളും നോക്കി നിൽക്കുന്ന സമയത്ത് അടിച്ചു തകർത്തിട്ടുള്ള ആളുകൾ കേരളത്തിലെ മന്ത്രിമാരായിരിക്കുന്ന ഒരു നാട്ടിലാണ് ഒരാളെ ഇന്നുണ്ടായ ഒരു ഇൻസിഡന്റിന്റെ പേരിൽ അപ്പൊ തന്നെ ഡിവൈഎസ്പി അടക്കമുള്ള ഒരു പോലീസ് സംഘത്തെ പറഞ്ഞുവെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നാടകമൊക്കെ കാണിക്കുന്നത്. ഇത് ഏത് തരത്തിൽ ഗുണം ചെയ്യുന്നതാണ് ഈ ശശിയും അല്ലെങ്കിൽ പിണറായി വിജയനും വിചാരിക്കുന്നത്? ഇവരെന്താ മനസ്സിലാക്കിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ? ഇവർ സർവനാശത്തിന്റെ തുടക്കമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൻവർ എന്നല്ല, ഈ രാജ്യത്തിലെ ഏത് പൗരനും അവകാശപ്പെട്ട ഒരു നീതിയെ പോലീസിന്റെ ഹൂങ്ക് വെച്ചിട്ടും അധികാരത്തിന്റെ തണ്ട് വെച്ചിട്ടൊക്കെ അങ്ങ് ഇല്ലാണ്ടാക്കി കളയാന്ന് വിചാരിച്ചാൽ അത് അവരുടെ സർവനാശമാണ്. അത് അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ കാര്യത്തിൽ പക്ഷേ നോക്കൂ, ഇതിനകത്ത് പി അൻവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ജീവിത പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് കൂടിയാണ് ഒരു സമരം ആസൂത്രണം ചെയ്യുക, അതിന്റെ പേരിൽ അകത്തു പോകുന്നത്. അൻവർ ഒരു ശരിയായ കോസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, അതിന്റെ പേരിൽ ഒരു സമരം ചെയ്യുന്നു, അതിന്റെ പേരിലാണ് അകത്തു പോകുന്നത് എന്ന കാര്യത്തെ നിങ്ങൾ അതിന്റെ ഇഷ്യൂവിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, അതിന്റെ കാരണത്തെ? അതിന്റെ ഇഷ്യൂ വളരെ വലുതാണ്. ഞാൻ പറയുന്നത് സ്വന്തം നിയോജക മണ്ഡലത്തിലെ ഒരു ചെറിയ ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾ മരിച്ചത്. പക്ഷെ അൻവറിന് അതിന്റെ ഭൂരിപക്ഷവും ന്യൂനപക്ഷം നോക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ഒരു മനുഷ്യൻ, ഒരു സാധു, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും നമ്മുടെ നാട്ടില് ഒരു തരത്തിലും ഭരണകൂടങ്ങൾ പരിഗണിക്കപ്പെടാത്ത അടിസ്ഥാന വർഗങ്ങൾക്ക് ജീവിച്ചു പോകാൻ വേറൊരു സൗകര്യം അവർക്ക് ചെയ്യുന്നില്ല. അവർക്ക് ജീവിച്ചു പോകാൻ പോലും പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ കഴിയാതെ അവർ ഈ കാട്ടാനെയും വന്യമൃഗങ്ങളുടെയും ആക്രമണമേറ്റ് കൊല്ലപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്ന ഒരു ജനകീയ പ്രശ്നം തന്നെയാണ് അൻവർ പറഞ്ഞത്. അതല്ലെന്ന് പറയുന്നില്ല. അതിനേക്കാൾ വലിയ പ്രശ്നം തന്നെയാണ് അൻവറിനോട് ഗവൺമെന്റ് കാണിച്ചിരിക്കുന്ന അനീതി എന്നാണ് ഞാൻ പറഞ്ഞത്.